ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ലെത്താൻ സാധ്യത തേടി BDJS. BJP-യുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്ന സൂചന. സുധീരന്റെ രാജിയോടെ UDF പ്രവേശനം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BDJS. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നോ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വന്നിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ BDJS നേതൃത്വം UDF ക്യാമ്പിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുമായി നേരത്തെ തന്നെ സംബന്ധിച്ച ധാരണകളും ചർച്ചകളും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടക്കമുള്ള ആളുകൾ BJP-യുമായി അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏത് വിധേനയും UDF-ലേക്ക് കയറിക്കൂടുക എന്നുള്ളതാണ് ഇപ്പോൾ BDJS ലക്ഷ്യം. ഇതനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അല്പസമയത്തിനും തന്നെ ഏറ്റുമാനൂരിൽ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ സംബന്ധിച്ച തീരുമാനങ്ങളെല്ലാം എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് SNDP-യുടെ സമരങ്ങൾക്കെല്ലാം തന്നെ പിന്തുണ പ്രഖ്യാപിക്കും. പിന്നീട് BJP വലിയൊരു വോട്ട് വാങ്ങുകയും ചെയ്തിട്ട് ഒടുവിൽ സാമൂഹിക നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് BJP കൂട്ടുന്നില്ലെന്നുള്ള പരാമർശം എടുക്കുന്നു. ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഒപ്പം ബോർഡ് കോർപ്പറേഷൻ സ്ഥാനമടക്കം ലഭിക്കാത്തുള്ള അതിർത്തി നിൽക്കുന്നു. ഈ അതിർത്തിയെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ NDA മുന്നണി എന്ന് പറഞ്ഞ് രൂപീകരിക്കുകയും ഒടുവിൽ BJP എല്ലാ സമരങ്ങളെ ഹൈജാക്ക് ചെയ്യുന്ന സ്ഥിതിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ NDA വിട്ടുകൊണ്ട് അല്ലെങ്കിൽ BJP മുന്നണി വിട്ടുകൊണ്ട് UDF-ലേക്ക് എത്തുക എന്നുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാവിധ സഹായവുമാണ് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നു എന്ന് തന്നെയാണ് BDS നേതാക്കൾ നൽകുന്ന സൂചനകൾ. ഒപ്പം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് ശക്തിപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ BDJS-ന്റെ വരവിനെ കൂടി കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ എതിർത്തിരുന്ന VM സുധീരനടക്കം KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു. ഈ രാജിവെച്ചിരുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള എതിർപ്പുകൾ ഉണ്ടാകില്ല. ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. കോട്ടയത്ത് നിന്ന് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാൻ BJP പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട്. സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ സജീവ പരിഗണനയിലെങ്കിലും ലക്നൌ മേയർ ദിനേശ് ശർമ്മയെ നരേന്ദ്രമോദി നിർദ്ദേശിക്കുമെന്നാണ് വിവരങ്ങൾ. ഇതിനിടയിലും മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരണത്തിന് BJP നീക്കം ശക്തമാക്കി. അതേസമയം മണിപ്പൂരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ചേർന്ന കോൺഗ്രസ് പാർട്ടി യോഗം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് മനുശങ്കർ ചേരുന്നു. മനുശങ്കർ, സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? പാർലമെന്ററി പാർട്ടി യോഗം BJP-യുടെ ഇന്ന് വൈകിട്ട് 6 മണിക്കാണ്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു നിർദ്ദേശം കേന്ദ്രം സംസ്ഥാന നിയമസഭാ കക്ഷി യോഗത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പുറപ്പെടുവിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഹോളിയാണ് നാളെ. അതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ അടുത്തെങ്ങും നിയമസഭാ കക്ഷി യോഗം ഉടനെ ചേരാൻ സാധ്യതയില്ല. ഈ ആഴ്ചയിൽ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനവും ഉണ്ടാവുക. പ്രധാനമായും ഉയർത്തിക്കാണിക്കപ്പെടുന്ന മുഖ്യമന്ത്രി പദത്തിലേക്ക് കാട്ടപ്പെടുന്ന പേരുകൾ, ഒന്ന് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കേശവ് പ്രസാദ് മൗര്യ, ഇതോടൊപ്പം ദേശീയ ഉപാധ്യക്ഷനും ലക്നൌ മേയർ കൂടിയായ ദിനേശ് ശർമ്മ എന്നിവരുടെ പേരുകളാണ് അന്തിമ പട്ടികയിൽ സജീവമായി ഉള്ളത്. നരേന്ദ്രമോദി തന്നെ നിർദ്ദേശിക്കുന്ന പേരിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനാണ് ഒരു സാധ്യതയാണുള്ളത്. ഇതിൽ ഇപ്പോൾ ഈ കേശവ് പ്രസാദ് മൗര്യ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ പിന്നോക്ക വിഭാഗങ്ങൾ തന്നെ ഈ സമാജ്വാദി പാർട്ടിക്ക് പിന്തുണ നൽകുകയും പിന്നീട് ഇപ്പോൾ BJP-യുടെ ഒരു പിന്തുണയിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം പാർട്ടി യോഗത്തിൽ ഉയർന്നു വന്നാൽ പോലും നരേന്ദ്രമോദിയുടെ അന്തിമ തീരുമാനമാകും മുഖ്യമന്ത്രി പദം ആര് വഹിക്കുമെന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ RSS-ഉമായി അടുത്തൊരു ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ ദിനേശ് ശർമ്മ. ദിനേശ് ശർമ്മയുടെ പേര് തന്നെ നരേന്ദ്രമോദി നിർദ്ദേശിച്ചേക്കും എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതിനിടയിൽ മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരണ ശ്രമം BJP ശക്തമാക്കിയിരിക്കുകയാണ്. മണിപ്പൂരിൽ 21 സീറ്റുകളിൽ BJP വിജയിച്ചപ്പോൾ 28 സീറ്റുകൾ കോൺഗ്രസ് നേടിയിരുന്നു. 31 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും 4 സീറ്റുകൾ പോലും കോൺഗ്രസിന് അധികമായി ഒരു പിന്തുണ നേടാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. നാഷണലിസ്റ്റിക് പാർട്ടിയും അതോടൊപ്പം നാഗ ഫ്രണ്ട് പാർട്ടിയും നിലവിൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു സർക്കാർ രൂപീകരണത്തെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇരു പാർട്ടികൾക്കും 4 സീറ്റുകൾ വീതമുണ്ട്. മറ്റു സ്വതന്ത്രരെ കൂടി ഒപ്പം നിർത്തി സർക്കാർ രൂപീകരണ നീക്കം BJP ശക്തമാക്കിയിരിക്കുകയാണ്. ഗോവയിലും സമാന സാഹചര്യമാണുള്ളത്. 17 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ 13 സീറ്റുകളാണ് BJP കരസ്ഥമാക്കിയിരുന്നത്. 21 ഭൂരിപക്ഷമാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഈ ഒരു സാഹചര്യത്തിലും സ്വതന്ത്രരെയും മറ്റും മുൻനിർത്തിയുള്ള ചർച്ചയാണ് മനോഹർ ലാൽ പരീക്കറിന്റെ ദൂതന്മാർ മറ്റും ഇപ്പോൾ ഗോവയിൽ നടത്തുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഗോവയിലും മണിപ്പൂരിലും കൂടി സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ ശ്രമങ്ങളും BJP ശക്തമാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അല്പസമയങ്ങൾ
ദിവസങ്ങൾക്കകം BJP കേന്ദ്ര നേതൃത്വം ഒരു നിർദ്ദേശം നിയമസഭാകക്ഷി യോഗത്തിന് മുന്നോടിയായി സംസ്ഥാനങ്ങൾക്ക് വയ്ക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ജോർജ്, ദില്ലിയിൽ നിന്ന് മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ജനവിധിയാണ് 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം. വികസന മുരടിപ്പും അഴിമതിയും ഉത്തർപ്രദേശിൽ സമാജ്വാദി സഖ്യത്തിന് തിരിച്ചടിയായി. ലഹരി മാഫിയ നിയന്ത്രണത്തിലെ അകാലിദൾ സർക്കാരിനോടുള്ള അമർഷമായിരുന്നു പഞ്ചാബിലെ ജനവിധി. 15 വർഷത്തെ കോൺഗ്രസ് സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം മണിപ്പൂരിൽ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് അവസരം നൽകി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വിധിയെടുത്ത് ഭരണവിരുദ്ധ വികാരത്തിന്റെ നേർപകർപ്പ് കൂടിയാവുകയാണ്. 15 വർഷത്തിന് ശേഷം ഉത്തർപ്രദേശിൽ BJP അധികാരവാതിൽ തുറക്കുന്നതിന് നെടുന്തൂണായത് സമാജ്വാദി പാർട്ടിയോടുള്ള ഭരണവിരുദ്ധ വികാരം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അറവുശാലകൾ അടച്ചുപൂട്ടൽ, മുത്തലാഖ് വിഷയം എന്നിവയ്ക്കൊപ്പം 7ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത് വികസനവും അഴിമതിയുമായിരുന്നു. വർദ്ധിച്ച ക്രിമിനൽ മേൽക്കോയ്മ, കാർഷിക മേഖലയുടെ തളർച്ച, ആവശ്യത്തിന് അധ്യാപകർ പോലുമില്ലാത്ത വിദ്യാലയങ്ങൾ എന്നിവ അഖിലേഷ് യാദവ് സർക്കാരിന് തിരിച്ചടിയായി. കാർഷിക വായ്പകൾ എഴുതിത്തള്ളും, ഭവനരഹിതർക്ക് വായ്പ, എല്ലാ വീട്ടിലും ശൗചാലയം, വൈദ്യുതി, LPG എന്നീ BJP വാഗ്ദാനങ്ങൾ അതിനാൽ തന്നെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ വഴിവെച്ചു. ലഹരിക്കടിമയായ സംസ്ഥാനം, ലഹരി ഉടമകളായ അധികാരികളെന്ന പ്രകാശ് സിംഗ് ബാദൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം പഞ്ചാബികളുടെ തന്നെയെന്ന് തെളിയിക്കപ്പെട്ടു. പഞ്ചാബിൽ സർവ്വമേഖലയിലും വ്യാപിച്ച അഴിമതിയും അകാലിദൾ BJP സഖ്യത്തിനെതിരെയുള്ള വിധിയെഴുത്തിന് കാരണമായി. ഉത്തരാഖണ്ഡിൽ BJPക്ക് ലഭിച്ച 54 സീറ്റുകൾ അടിക്കടിയുള്ള നേതാക്കളുടെ കൂറുമാറ്റത്തോടും ഹരീഷ് റാവത്ത് സർക്കാരിനുമെതിരെയുള്ള എതിർപ്പിന്റെ പ്രതികരണമായി. വോട്ടിംഗ് ശതമാനം നിലനിർത്താനായപ്പോഴും മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുടെ തോൽവി ഗോവൻ വിധിയെഴുത്തിൽ BJPക്ക് തിരിച്ചടിയായി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമിന് ശേഷം മണിപ്പൂരിൽ സ്വാധീനമുറപ്പിക്കാൻ BJPക്ക് അവസരം ലഭിച്ചത് 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തോടുള്ള മണിപ്പൂർ ജനതയുടെ അമർഷമായിരുന്നു. പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ നോട്ട് പിൻവലിക്കൽ വിഷയം പ്രാദേശിക പ്രശ്നങ്ങൾക്കിടയിൽ ജനങ്ങൾ വിലക്കെടുക്കാത്തതും BJPയുടെ വിജയത്തിന് കാരണമായി. മനുശങ്കർ, ദില്ലി. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചത് ഭരണവിരുദ്ധ വികാരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനാവില്ല എന്ന് വീണ്ടും തെളിഞ്ഞു. കേന്ദ്ര ഭരണതലത്തിൽ RSS കേരളത്തിൽ അക്രമം നടത്തുകയാണെന്നും കോടിയേരി പാലക്കാട് വ്യക്തമാക്കി. BJP ഭരിച്ച സ്ഥലത്ത് ജനങ്ങൾ BJPക്കെതിരെ, കോൺഗ്രസ് ഭരിച്ച സ്ഥലത്ത് കോൺഗ്രസിനെതിരെ, സമാജ്വാദി പാർട്ടി ഭരിച്ച സ്ഥലത്ത് സമാജ്വാദി പാർട്ടിക്കെതിരെ, ഇങ്ങനെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് 5 സംസ്ഥാനങ്ങളിൽ പ്രതിഫലിച്ചതായിട്ട് കാണുന്നത്. കാരണം കോൺഗ്രസ് ഇവിടെ തകരുകയാണ്. കോൺഗ്രസ് എല്ലാ സ്ഥലത്തും തോൽക്കുന്നു. അവരുടെ ഭരണത്തിനെതിരായിട്ട് ജനവികാരം ഉയരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടിയെ തകർക്കാൻ കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ടും RSSന്റെ ഗൂണ്ടായുസം ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോൾ അവർ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾക്ക് പ്രാധാന്യമേറും. UP ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനേറ്റ തിരിച്ചടിയാണ് A ഗ്രൂപ്പിന് ശക്തി പകരുന്നത്. അതേസമയം സോണിയാഗാന്ധി തിരിച്ചെത്തിയ ശേഷമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കൂ. DCC പുനഃസംഘടനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിനോട് പരസ്യമായ വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും നടത്തിയത്. ഹൈക്കമാൻഡിന് താൽപ്പര്യമുണ്ടായിരുന്നിട്ടും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരന്റെ രാജി അനിവാര്യമാക്കിയതും A ഗ്രൂപ്പിന്റെ ഈ നിലപാടാണ്. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്തിയത് A ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നു. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള A ഗ്രൂപ്പിന്റെ അവകാശവാദത്തിന് പ്രാധാന്യമേറും. A ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ PT തോമസ് പരിഗണിക്കപ്പെട്ടേക്കാം. സാമുദായിക സമവാക്യങ്ങൾക്കു കൂടി പ്രാധാന്യം നൽകിയാകും അന്തിമ തീരുമാനമെടുക്കുക. I ഗ്രൂപ്പും KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ അധ്യക്ഷപദം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുകയെങ്കിലും A ഗ്രൂപ്പിന്റെ വാദങ്ങൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നതാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KPCC പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് ഉമ്മൻചാണ്ടി കോട്ടയത്ത് വ്യക്തമാക്കി. കേരളത്തിലെ കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറഞ്ഞു. അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഇല്ലില്ല. എൻ്റെ കാഴ്ചപ്പാട് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. കോൺഗ്രസിൻ്റെ സർവ്വശക്തിയും സമാഹരിച്ചു കൊണ്ടുപോകണം. അടുത്ത വരാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ മൊത്തത്തിൽ ഒരേ അഭിപ്രായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം.
ഈ പൊളിറ്റിക്കൽ നെസസിറ്റീസ് എല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ്സിന് തർക്കങ്ങൾ സഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തർക്കങ്ങളില്ലാതെ കേരളത്തിലെ കോൺഗ്രസിനകത്ത് യുണാനിമിറ്റിയോടുകൂടിയ ഒരു തീരുമാനമെടുക്കുന്നതിന് പ്രാപ്തമായ ലീഡർഷിപ്പിൽ വിശ്വസിച്ചിരിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത. മരിച്ച 20കാരി നിരവധി തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ആരോപിച്ചു. എന്നാൽ വീട്ടുകാർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സമരം ആരംഭിച്ചു. 2016 ഡിസംബർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിലായാണ് പാലക്കാട് പാലനാശുപത്രിയിലെ ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്തത്. ഈ മാസം 2 പെൺകുട്ടികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. 5 ദിവസം മുമ്പ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജീവനക്കാരി ഇതേ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 20 മരിച്ച അവിവാഹിതയായ യുവതി നിരവധി തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നഴ്സിംഗ് സ്റ്റാഫായ യുവതി ചിറ്റൂരിലെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ആശുപത്രിക്കെതിരെ ലൈംഗിക അതിക്രമമടക്കമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇതുവരെ പരാതി നൽകാത്ത വീട്ടുകാർക്കും സംശയമുണ്ട്. സംശയത്തിന് സാധ്യതയുണ്ട്, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ മോളിപ്പോൾ അവിടുത്തെ പ്രശ്നത്തിൽ എന്തോ വന്ന് മരണപ്പെട്ട അവളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള കാര്യം അറിയില്ലല്ലോ. ആശുപത്രിയിലെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ജില്ലാ നേതൃത്വം പറയുന്നു. ആരോപണമുയർന്ന സാഹചര്യത്തിൽ ആശുപത്രി ജീവനക്കാരിൽ നിന്നും മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. പരാതി നൽകിയില്ലെങ്കിലും മരിച്ച കുട്ടികളുടെ വീടുകളിൽ ASP G പൂങ്കുഴലി നേരിട്ടെത്തി അന്വേഷണം നടത്തി. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. കുടിവെള്ളം കിട്ടാക്കനെയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനം നിവാസികൾക്ക്. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലാണ് പ്രദേശവാസികൾ. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടിയില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ അറിവില്ല വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടിയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം മഞ്ഞില്ല, എന്ത് ചെയ്യും? അരി വെക്കണ്ടേ? കൊച്ചുങ്ങളില്ലേ, ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാൾ ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കൾ പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കിലാ കുളിക്കണമെങ്കിലാ ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾ പരാതിക്ക് ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി, ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങൾ കൊച്ചിയിൽ പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പ്, മലബാർ ഗ്രൂപ്പ് ഉൾപ്പെടെ 9 സ്ഥാപനങ്ങളാണ് പുരസ്കാരം സ്വന്തമാക്കിയത്. പോയ വർഷത്തെ മികച്ച വ്യവസായ സംരംഭകർക്കുള്ള ധനം ബിസിനസ് മാസികയുടെ പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത്. റിറ്റെയിലർ ഓഫ് ദ ഇയർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കി. കേരള റിറ്റെയിലർ ബ്രാൻഡ് പുരസ്കാരം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനാണ് ലഭിച്ചത്. ധനം റിറ്റെയിൽ സമ്മിറ്റ് ആൻഡ് അവാർഡ് നൈറ്റ് 2017 ലുലു ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ MA യൂസഫ് അലി മുഖ്യാതിഥിയായിരുന്നു. വരും വർഷങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുമെന്ന് ധനം പബ്ലിക്കേഷൻസ് ചീഫ് എഡിറ്ററും MD-യുമായ കുര്യൻ എബ്രഹാം പറഞ്ഞു. ആദ്യമായിട്ടാണ് കേരളത്തിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കാനും റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായിട്ട് ഒരു സമ്മിറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതിന് വളരെയധികം നല്ല റെസ്പോൺസാണ് കേരളത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിക്കുക എന്നാണ്. വിവിധ വിഭാഗങ്ങളിലായി ബിഗ് ബസാർ, കല്യാൺ സിൽക്സ്, QRS റീറ്റെയിൽ ലിമിറ്റഡ്, ഡെയിലി ഫിഷ്, കൂട്ടുകാരൻ ഗ്രൂപ്പ്, മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, മാക്സ് എന്നീ കമ്പനികളാണ് മറ്റ് പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള ദിനേശ് ഫുഡ്സിന്റെ ചില്ലറ വിൽപ്പന കേന്ദ്രം കണ്ണൂരിലെ കണ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. കണ്ണപുരം ചെറുകുന്നത്തറയിലെ
മുഫ്സിൻ ബേക്കറിയിൽ പ്രവർത്തനം ആരംഭിച്ച ദിനേശ് ഫുഡ്സ് ചില്ലറ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം MLA TV രാജേഷ് നിർവഹിച്ചു. തേങ്ങാപ്പാലിൽ നിർമ്മിച്ച ഹെയർ ക്രീം, ദിനേശ് വെർജിൻ കോക്കനട്ട് ഓയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. കേരള ദിനേശ് ഫുഡ്സ് കേന്ദ്ര സംഘം ഡയറക്ടർ C. പള്ളിയത്ത് ശ്രീധരൻ, ചെയർമാൻ P. രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ധനകാര്യ സ്ഥാപനമായ ഇസാഫിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 25 നിർധനരായ സംഘാംഗങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പദ്ധതികളും പഠന സ്കോളർഷിപ്പിനും വാർഷിക ആഘോഷത്തിൽ തുടക്കം കുറിച്ചു. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഉദ്ഘാടനം ഈ മാസം 17 നടക്കുമെന്ന് ഇസാഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ K. പോൾ അറിയിച്ചു. ആദ്യ വർഷത്തിൽ 85 ശാഖകളും 300-ലേറെ ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളുമാണ് സ്ഥാപിക്കുന്നത്.